2026 ഒരു ഡെസ്ക് കലണ്ടർ ഉണ്ടാക്കിയാലോ? എല്ലാത്തിലും കാണുന്നത് ഇലയും പൂവും കായൊക്കെയാണ്. ഇപ്രാവശ്യം നമുക്കൊരു വെറൈറ്റി പിടിക്കാം. അതിനായിട്ട് ആദ്യം പിൻട്രസ്റ്റ് എടുത്തിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് പപ്പി ഔട്ട്ലൈൻ എന്നാണ് കേട്ടോ. അതിൽ ഇഷ്ടപ്പെട്ടത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ 3 ഡോട്ട്സിൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പേസ്റ്റൽ കളർ ബാക്ക്ഗ്രൗണ്ട്സ് ആണ് നമുക്ക് വേണ്ടത്. അതും അതേപോലെ സെർച്ച് ഓപ്ഷനിൽ പേസ്റ്റൽ കളർ ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്ത് സേവ് ചെയ്തെടുക്കുക. ഓരോന്നും 12 കളേഴ്സ് സേവ് ചെയ്യുക. നെക്സ്റ്റ് 2026 കലണ്ടർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു കലണ്ടറും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട്സ് ഒന്ന് റിമൂവ് ചെയ്യണം. അതിനായിട്ട് കലണ്ടറിൽ ഒരു മന്ത് ക്രോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഗൂഗിളിൽ പോയി ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് കൊടുക്കുക. അതിലാദ്യം കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ കലണ്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും. ഇനി അടുത്തത് ക്യാൻവ ഓപ്പൺ ചെയ്യുക. അതിൽ കസ്റ്റം സൈസിൽ വിത്ത് 5 ഇഞ്ചും ഹൈറ്റ് 7 ഇഞ്ചും ആക്കി കൊടുക്കാം. ഇപ്പോൾ പേജ് ഓപ്പൺ ആയി വരും. ഇതിൻ്റെ താഴെ ഗാലറി എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതേ നമ്മുടെ പപ്പി ഔട്ട്ലൈനർ അതെടുക്കാം. അത് എന്നിട്ട് സൈസ് നന്നായിട്ട് ആ പേജിൽ എങ്ങനെയാണോ വേണ്ടത് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഗാലറിയിൽ പോയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ള കാലണ്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ആ ജാനുവരി എന്നുള്ളത് ഞാൻ ക്രോപ്പ് ചെയ്ത് കളയുന്നുണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ബൈ ലെറ്റേഴ്സ് നമ്മൾ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജാനുവരി 2026 എഴുതി കൊടുക്കുന്നുണ്ട്. സൈസും അതേപോലെ പൊസിഷനൊക്കെ ഒന്ന് നേരാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി വേണ്ടത് എനിക്ക് ആവശ്യം പേസ്റ്റൽ കളർ ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും ഗാലറിയിൽ ക്ലിക്ക് ചെയ്ത് ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഏത് കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ബാക്ക്ഗ്രൗണ്ടിൽ സെലക്ഷൻ ഇരിക്കുമ്പം താഴെ കുറച്ച് ടൂൾ ബാർ ഉണ്ടാവും. അതൊന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പം അവിടെ പൊസിഷൻ ഉണ്ടാവും. അതിൽ 2 ബാക്ക് കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലുള്ള ആ പപ്പിയും കാലണ്ടറൊക്കെ വരും. ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ കളറും വരുന്ന രീതിയിലാവും. നെക്സ്റ്റ് ഇനി എല്ലാ മന്തിലും ഇതേപോലെ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഒരു A3 ഷീറ്റിൽ 6 വരുന്ന രീതിക്ക് അറേഞ്ച് ചെയ്ത് അങ്ങനെ 2 A3 ഷീറ്റിലാക്കിയിട്ടാണ് പ്രിൻ്റ് എടുത്തത്. കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ആ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടും യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്.